നിങ്ങൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് എന്തുണ്ടാക്കാനാണ്? ജിപ്പന്നെ അങ്ങോട്ട് പൊപ്പന്നെ അങ്ങോട്ട് പോന്ന് പറഞ്ഞാല് അവരും കൂടി ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. വീട് പൊളിക്കാൻ ചെങ്ങായി മറ്റേ ഈ കായൽ തീരവും പിന്നെ നമ്മുടെ എയർപോർട്ട് സീപോർട്ട് റോഡും കൂടി ഒന്നിപ്പിച്ചിട്ട് അതിന് വഴിയാണെന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സർവേ നടക്കേണ്ടത് ഉണ്ടോ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഇവിടെ കൂടി അളന്ന് ഈ വഴിയാണ് റോഡ് പറയണ്ടായി. അതെ ഞാൻ ഇവിടുന്ന് മാറൂല. ഇതിന്റെ വാപ്പാടെ സ്വത്താണ്. ഓളുടെ വാപ്പാടെ മുതലല്ലേ ഇത്? ആരുടെ വാപ്പാടെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സർക്കാർ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഒരു സർവേ ഉണ്ടാക്കിയാ അതിന്റെ ഇടയിൽ വന്നെ ഒരു മാറിക്കൊടുക്കണം. അതിന് വ്യസനിക്കണ്ട, നിങ്ങൾക്ക് നഷ്ടം കിട്ടും. ആ ചീറാപ്പ് കോളനിയിൽ 5 സെന്റ് സ്ഥലം വെച്ച് കൊടുക്കണം. നമ്മുടെ ചീറാപ്പ് കോളനിയിലെ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് 5 സെന്റ് സ്ഥലം കൊടുക്കുന്നുണ്ട്. നിങ്ങക്ക് അങ്ങോട്ട് മാറിയാ പോരെ? ഞങ്ങൾ ഒരിടത്തേക്ക് മാറൂല. ഇത് ഞങ്ങളുടെ മുതലാണ്. ഞങ്ങൾ നമ്മുടെ കാര്യം വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഇപ്പോഴും പോണ ഹൈവേയും എയർപോർട്ടും സ്റ്റേഡിയവും ഒക്കെ കണ്ണീ കണ്ടവര് താമസിച്ചിരുന്ന വെച്ചാണ്. അവരെ മാറ്റി മാറ്റിയിട്ടാണ് ഇത്രയും ഡെവലപ്മെന്റ് വന്നേക്കണം. ഇപ്പൊ എന്തപ്പോ അതിന് വേറെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇതിനൊരു വഴിയുണ്ട്. എന്താണ് ഇത് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഇത്തിരി റിസ്ക് ആണ്. നമ്മുടെ മറ്റേ ഹൈവേ വന്നപ്പോ അവിടെ ഒരു ടോൾ ബൂത്തിന് വേണ്ടിട്ട് നൗഷാദിക്കാരുടെ സ്ഥലമാണ് ആദ്യം ഇതുപോലെ അക്വയർ ചെയ്തത്. നൗഷാദിക്ക് ഈ ഉദ്യോഗസ്ഥരെ ചെന്ന് കണ്ട് ചെറിയ ചില്ലറ കൊടുത്തപ്പോ അത് നമ്മുടെ നോർമന്റെ വീടിന്റെ പരിസരത്തോട്ട് മാറ്റി കൊടുത്തു. അതുപോലെ ഈ സർവേക്ക് വന്നേക്കണവന്മാരെ ചെന്ന് സ്വാധീനിച്ച് ചില്ലറ കൊടുത്താല് നമ്മുടെ ഈ പ്രദേശം ഇത്തിരി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഒരു ഇത്തിരി ചരിച്ചു വെച്ചാ മറ്റേ അന്നാ വേസ്റ്റ് ഇടണവന്റെ വീടും സംഭവമൊക്കെ പോയി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇടപെടാം. എത്ര കൊടുക്കേണ്ടി വരും? എന്താ എത്ര കൊടുക്കേണ്ടി വരും? എന്റെ വാപ്പാടെ സ്വത്ത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കേ. പിന്നെ ലജ്ജെന്ത് വർത്താനം ഈ പറഞ്ഞ ഓളുടെ വാപ്പാടെ സ്ഥലമാണ്. ഇതിന് വേണ്ടി ഇനി രണ്ടാമത് ഗവൺമെന്റിന് കാര്യം കൊടുക്കേണ്ട കാര്യം തെച്ചു കൊടുക്കണ്ടായെന്ന് വാപ്പാടെ സ്ഥലമാണെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ടിരുന്നോ ചീറാപ്പ് കോളനി പോയി ദിവസവും വാപ്പാക്ക് വിളിക്കാം. അപ്പൊ ഓർക്കുകയും ചെയ്യാം. നിങ്ങളൊരു കാര്യം ചെയ്യാ, ഓഫീസിൽ പോയിട്ട് ഒന്ന് പറയും ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങള് വിട്ട് തരൂലാന്ന്. എന്റെ രസീത് നിങ്ങളുടെ മാത്രമല്ല 10-30 കിലോമീറ്ററിൽ ഈ ലൈനിൽ പോണ എല്ലാ വീടും പൊളിയണം. ഇത് ബുദ്ധിപരമായിട്ട് നീങ്ങും. നമ്മുടെ ഇവിടെ വരാൻ നേരത്തെ ഇത് ചതുപ്പാണ്, ഒന്ന് തിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. അതിന് ഇത്തിരി പൈസ കൊടുക്കേണ്ടി വരും. ഒരു പൈസ ഞാൻ കൊടുക്കൂല. ഓരിങ്ങോട്ട് വരട്ടെ, നിന്റെ നെഞ്ചത്ത് ചോട്ടിട്ട് ഓരാ മുന്നോട്ട് പോളൂ. ഓളുടെ മാത്രല്ല എന്റെ നെഞ്ചത്ത് കൂടെ JCB ഇട്ട് മാന്തി അങ്ങോട്ട് മാറ്റും അവര്. അപ്പൊ എത്ര കായ് കൊടുക്കേണ്ട ഒരു പേര്? ഇത് എത്ര കായൊന്നൊന്നുമല്ല. നിങ്ങൾക്ക് അതിന് ഇവിടെ തന്നെ കിടന്ന് മരിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ഉദ്യോഗസ്ഥരെ ചെന്ന് കണ്ടിട്ട് നമുക്ക് അളവിൽ ഒരു ഇത്തിരി തർക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വിളിച്ചോണ്ട് വരാം. അപ്പൊ അവർക്ക് റസിയ പറയണം, സാറേ ഞങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ന്യൂട്രലിൽ ചോദിച്ചാൽ അവര് പറയുന്നത് തന്നേക്കെന്ന് പറഞ്ഞാൽ തലവേദന അങ്ങോട്ട് മാറി കിട്ടും. എന്നാ പിന്നെ ഓരോ വിളിക്ക് എത്ര കായച്ച കൊടുക്കാം. എന്താ പറഞ്ഞേ? എവിടുന്ന് കായ് എടുത്ത് കൊടുക്കണേ? നമ്മുടെ സ്ഥലത്തിന് നമ്മുടെ പോവാതിരിക്കാൻ പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കാൻ പോവാന്നിട്ട് അല്ല പൈസ ഉണ്ടെങ്കിൽ കൊടുത്തത് എന്തൊക്കെ പറഞ്ഞു ചോദിച്ചിട്ട് ഈ കായില്ലാത്ത സമയത്ത് വരുന്ന അവനത് അതിൽ കിടന്ന് വർത്താനം പറഞ്ഞ് ഓവറാക്കാതെ കാര്യങ്ങൾ നടത്താൻ നോക്ക്. എത്ര കായപ്പോ അവര് ചോദിക്ക? എന്റെ പരീക്ഷ കായ് എത്രയെന്ന് റസിയെ ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചാൽ പറയൂല. ഞാൻ ഈ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് അവരെ പേടിപ്പിക്കാനാന്ന് പേടിച്ചിട്ട് പറയൂല. റസിയെ പറഞ്ഞ എന്റെ വാപ്പാടെ സ്വത്താണ്, എനിക്ക് ഇവിടുന്ന് വിട്ട് കളയാൻ പറ്റില്ല. ഞാൻ എന്താണ് സാറേ ഇത് ഒഴിവാക്കാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാ അവരൊരു മയത്തില് പറയും. മയത്തില് പറയണം, അല്ലാണ്ട് കിട്ടൂല. എന്താ ഞാൻ പറയാ, ഞാൻ എന്തായാലും സ്വത്ത് വിടൂല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് വേണം. ഈ നമ്മള് കേറി ഇറങ്ങണ വീടെന്നുള്ള നിലയിൽ എത്ര ലക്ഷം വന്നോട്ടെ ഈ മുതല് വിട്ടിട്ടുള്ള കളിയില്ലാന്ന് പറയണം. അതന്നെ അല്ലേ? അതിനാണ് അതിന്റെ ഇത്. അല്ലാണ്ട് എങ്ങനെയാണ് അയ്യപ്പൻ സാറും രവീന്ദ്രൻ സാറും കൂടി അല്ലേ വന്നത് കളക്കാൻ? അയ്യപ്പൻ സാറും രവീന്ദ്രൻ സാറും അല്ലേ വന്നത്? എനിക്കറിയാം. അത് ലാൻഡ് അക്വിസേഷനിൽ അവരാണ് ഇപ്പൊ. ഞാൻ നാളെ അവരിവിടെ വിളിച്ചിട്ട് വരാം കാലത്ത്. നാളെ കെട്ടി വീണ് പറയണേ നീ പിന്നെ തരാം, എന്റെ കൊടുത്തു വിടാന്നൊന്നും പറയരുത്. കയ്യോടെ അങ്ങോട്ട് കൊടുത്തേരും. എത്ര വെച്ചാലോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അടച്ചറപ്പേ അള്ളാഹ് കാക്കണല്ല. എന്റെ റസിയുടെ വാപ്പാടെ മുതലാണ്. കായില്ലാണ്ട് റബ്ബേ 10 പൈസ ചെലവാക്കാണ്ട് റബ്ബേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളുടെ വരുതിക്കാക്കി തരണ റബ്ബേ. ആമീൻ ആമീന്ന് പറയുന്ന വെച്ചാല് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു വള്ളി തിരിഞ്ഞു കിടക്കുകയാണ്. ഈ കായ് റെഡിയാക്കി വെച്ചോ. കാശ് കൊടുത്ത് ഒഴിവാക്കാനോ? എടി പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാന്ന് പറഞ്ഞാൽ കൈക്കൂലല്ലേ ഈ പറയണത്?
പിന്നെ അതിന്റെ പേരിലാവട്ടോ കേസും കൂട്ടൊക്കെ. അത് എന്റെ പേരിൽ അതിനെക്കാട്ടും വലിയ പ്രശ്നമാവും. പിന്നെ എനിക്ക് എന്താ പറയുക, എന്റെ വാപ്പാട് സ്വത്താണ്, എനിക്ക് അങ്ങനെ കൈവിട്ട് കളിക്കാൻ പറ്റൂല. അല്ല പൈസ കൊടുക്കാണ്ട് വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് അന്വേഷിച്ചൂടെ നമുക്ക്? വേറെ ഒരു മാർഗമല്ല, ജോസിട്ട് അതൊക്കെ അന്വേഷിച്ചല്ലേ. ഇതിപ്പോ എന്താ പറയാ, ഓര് പറയണത് ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വർഷം കഴിഞ്ഞിട്ടേ ഈ റോഡിന്റെ കാര്യങ്ങളൊക്കെ വരുള്ളൂന്ന്. അപ്പൊ അന്നേരം നോക്കിയാ പോരെ? അന്നേരം നോക്കിയാലോ, അങ്ങനെ ഒന്നോ നാളെ ആരെങ്കിലും ഒന്ന് കുത്തിപ്പൊക്കിയാലോ? എന്താ മല്ലികയുടെ ഉപദേശം ആ നന്നായിട്ടുണ്ട്. അല്ല വാസുട്ടാ, ഇവള് പറയണേ കൈക്കൂലി കൊടുത്തിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കണം. കൈക്കൂലി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആള് വിടും. അതാണേ. പിന്നെ അതിന്റെ പേരിലേക്കുള്ള കേസ് കൈക്കൂലി കൊടുത്താലേ രണ്ടാളും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ. അതെ, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരുണ്ടല്ലോ, അവരെന്തോ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഹൈവേയിലേക്ക് പോവാൻ ആ വഴി പോവല്ലേ ഏറ്റവും എളുപ്പം. ഇത് കൂടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മുറ്റത്ത് കൂടെ തന്നെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാണ്. അതൊക്കെ വേണം ആലോചിക്കുക. അപ്പൊ ഓരെത്ര പൈസ കൊടുത്തതെന്ന് അന്വേഷിക്കണല്ലോ. അത് ബുദ്ധിമുട്ടില്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാം. അല്ല, അത് അന്വേഷിക്കണോ? ഓര് കൊടുത്തതിന്റെ ഒരു 16 ഉറുപ്പിയെങ്കിലും കൂടുതൽ നമ്മൾ കൊടുക്കണം. എന്താ നിങ്ങള് പൈസേന്റെ കാര്യന്നല്ല പറഞ്ഞത്? വേറൊരു മാർഗമില്ല പൈസ കൊടുക്കാണ്ട്? വേറെ എന്ത് മാർഗടി, ഇത് വികസനം വരില്ലേ, വികസനം വരുമ്പോ അങ്ങനെ തന്നെയാണ്, അവിടെ ഒന്നും നോക്കുന്നുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഇത് എന്റെ വാപ്പാടെ സ്വത്താണ്, എനിക്കത് കൈവിട്ട് കളിക്കാൻ പറ്റൂല. എന്റെ റസിയ, വികസനം വരുമ്പോ അവിടെ വാപ്പിയും ഇമ്മൊന്നുമില്ല. ഇപ്പൊ എറണാകുളത്ത് തന്നെ മെട്രോ വരുന്നില്ലേ, മെട്രോ അങ്ങോട്ട് വരുമ്പോ വഴിയിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളത് ഒക്കെ ഒഴിഞ്ഞാണ് പോയിക്കോളുക, വേറെ മാർഗമില്ല. അങ്ങനെയല്ലേ? എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല ആസുട്ടിയുടെ. നിങ്ങള് ജോസുട്ടിയുടെ അടുത്തൊന്ന് ചോദിക്കുക ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്. ഞാൻ കുറച്ച് കായ റെഡിയാക്കി വെക്കാം. അതാ നല്ലത്. ജോസൂട്ടിനോട് വേറെ എന്തേ മാർഗം ചോദിക്കുന്ന കേട്ടോ, നല്ല ഈ കാശിന്റെ കാര്യം ഒന്നും മിണ്ടാടെ നിൽക്കുന്ന മല്ലിക, ഈ മന്തിന്റെ വർത്തനം കേൾക്കേണ്ട വല്ല കാര്യമുണ്ട്? അല്ലേ ഓക്ക് ബുദ്ധിയില്ല, അത് ഓളിങ്ങനെ തെളിയിച്ചോണ്ടിരിക്കല്ലേ, എന്തെങ്കിലും മൂപ്പരെ കൂടെ ഇറങ്ങി വരൂ. അല്ല ശരിയാ അതന്നെ വളരെ കറക്റ്റായി. അതെ, ഞാൻ ഇതിനുള്ള ഏർപ്പാടുണ്ടാക്കാം കേട്ടോ. ഞാൻ ജോസ് കുട്ടിയൊന്ന് കാണട്ടെ. കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ച് ഈ ഒന്നും മിണ്ടാതിരിക്കും, മനുഷ്യന് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ.